ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ഡിഷായിട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പനീർ മസാലയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അങ്ങനത്തെ ഒരു വിധ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത ഒരു സാധനവും ഇല്ല. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൽ വേറെ പനീർ മാത്രം ഞാൻ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കും നെയ്ച്ചോറിനും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിനും പൂരി അങ്ങനത്തെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. കാരണം കോക്കനട്ട് ഓയിൽ ഇതിലധികം യൂസ് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. കാരണം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കറിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ മാച്ച് ആവില്ല. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോൾഡ് വിനറോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 3 പീസ് പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കണം. പട്ടയും ഗ്രാമ്പും ഈ എണ്ണയിലൊന്ന് കടന്ന് മൂക്കണം. എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആകെ വറങ്ങലിക്കുള്ളൂ, അത് മൂത്ത് കിട്ടില്ല. ഇപ്പോൾ ക്ലോസ് ഇട്ട് കൊടുക്കുക, ഒരു 2-3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇങ്ങനെ പേസ്റ്റ് ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണയിൽ കടന്ന് മൂക്കണം ഈ പെരിഞ്ചീരകവും ഈ മസാല ഇടുന്നത്. നമ്മളിപ്പോൾ പൊടി ഒഴിവാക്കുന്നതിന് പകരം നമ്മളിത് ഇങ്ങനെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് നല്ലപോലെ ഇട്ടിട്ട് അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ ഒരു 4-5 ഏലക്കായ ഇട്ട് കൊടുക്കണം. ഏലക്കായുടെ ഫ്ലേവറും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയൊരു ഓണിയൻ ചോപ്പ് ചെയ്തത്, ഒരു ഫുൾ സവാള എടുത്തോളും. അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കുമ്പോഴും സവാള യൂസ് ചെയ്യണം. നല്ലപോലെ ഒന്ന് വാട്ടി കൊടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ. ഒരു പച്ചപ്പ് പാടില്ല. കാരണം പച്ച ഇതാക്കിയിട്ട് നമ്മൾ പേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പച്ച ഫ്ലേവർ വരുള്ളൂ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കുമ്പോൾ അധികം എരിവിന് വേണ്ടിയിട്ടല്ല, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഉണക്കമുളക് ഇതിൽ അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് യൂസ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്താലും മതി. അത് അണ്ടിപ്പരിപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ആ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുന്നതിന് പകരം അണ്ടിപ്പരിപ്പ് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കഷ്ണാക്കിയിട്ടുള്ള ഇടാം. പേസ്റ്റാക്കി ഇടണ്ട, കാരണം നമ്മളിത് ഫുള്ളായിട്ട് പേസ്റ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കിത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. നല്ലപോലെ മൂത്ത് വരണം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ. അതിൻ്റെ ഒരു പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറി കിട്ടണം. നമുക്കൊരു 3/4 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടി കുറയ്ക്ക് ചെയ്യാം. ഞാൻ 3/4 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ. ഇത് കാശ്മീരി ചില്ലി ഒന്നുമല്ല, സാദാ മുളക് പൊടിയാണ്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ എരിവ് നമ്മളെപ്പോഴും ബാലൻസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അധികം മുളക് പൊടി ഇടരുത്, രണ്ടും ഏകദേശം ഒരുപോലെ ഇടുക. അതേപോലെ തന്നെ ഇനി നമുക്കിത് വാട്ടിയെടുക്കാം. ഈ മസാലകളുടെ ഒരു പച്ചമണം മാറണം. പച്ചമണം മാറിയതിന് ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക. കാരണം പേസ്റ്റ് ചെയ്തതിന് ശേഷം പച്ചമണം മാറ്റാൻ വേണ്ടി വാട്ടിയിട്ട് കാര്യമില്ല. നല്ലപോലെ പച്ചമണം മാറണ വരെ നമുക്ക് നല്ലപോലെ കൊണ്ട് വാട്ടി കൊടുക്കാം.
മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ കരിഞ്ഞു പോവുകയുള്ളൂ. അതേപോലെ തന്നെ ഒരു പുകഞ്ഞ ഫ്ലേവർ വരും. ഇനി നമുക്കിത് 2 തക്കാളി നല്ലപോലെ ചെറുതായി അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ വാട്ടിയിട്ട് തക്കാളി വേവിക്കണം. അതിൻ്റെ ഒരു പുളി മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു 3 മിനിറ്റെങ്കിലും മിനിമം കുക്ക് ചെയ്താൽ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടും. അതേപോലെ മസാലയായിട്ട് നല്ലപോലെ ബൈൻഡായി കിട്ടും. നല്ലപോലെ വാട്ടുക. വേണമെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതാക്കിയിട്ട് വേഗം വേവിക്കണമെങ്കിൽ. ഞാൻ വെള്ളമൊന്നും വേവിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് കഴിഞ്ഞ് തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മിക്സിക്ക് മാറ്റിയിട്ട് അടിച്ചെടുക്കാം. നല്ലൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് ഒരു തിക്ക് പേസ്റ്റാക്കി എടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് ലൂസായി പോവുകയുള്ളൂ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ക്യൂബ്സാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ക്യൂബ്സാണ്. മിൽമയുടെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ മിൽക്കി മിസ്റ്റ് ഞാൻ ആദ്യം യൂസ് ചെയ്യാറ്. നല്ല സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ തിളച്ച വെള്ളത്തിൽ മുക്കിയിടണം. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യരുത്. തിളച്ച വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാത്രം കറി യൂസ് ചെയ്യാൻ ഉണ്ടാക്കുക. എന്നാൽ പിന്നെ അത് നല്ല സോഫ്റ്റായി കിട്ടും. നമുക്കതേ ചട്ടിയിലേക്ക് ഒരു 2 സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ ചൂടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് ജീരകം പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ജീരകം പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പട്ടി, ഗ്രാമ്പൂ അങ്ങനത്തെ എല്ലാ മസാലയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓണിയൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ഫുൾ ഓണിയൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ വാട്ടിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വാട്ടിയെടുക്കാം. നീളത്തിൽ മുറിക്കണേക്കാളും നല്ലത് പനീർ മസാലയ്ക്ക് ചെറുതായി മുറിക്കുകയാണ്. നീളത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ സവാള നീളത്തിൽ ഇങ്ങനെ വാണ്ടി കിടക്കുകയുള്ളൂ. ഇതായിരിക്കും ടെക്സ്ചർ. കറിക്ക് നല്ല ടെക്സ്ചറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലപോലെ വാണ്ടെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഏകദേശം സോട്ടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/2 സ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആ മസാല പേസ്റ്റിന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് എരിവധികം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഇടുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണ വരെ നല്ലപോലെ ഇളക്കണം. നമുക്ക് ആ മസാല അടിച്ച് വെച്ച മസാലയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്താൽ മതി. അധികം നേരം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നല്ലപോലെ പച്ചക്കുത്ത് മാറിയതിന് ശേഷമാണ് നല്ല മസാല പേസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ലപോലെ ആ മസാല ഇട്ടതിന് ശേഷം നമ്മൾ സവാളയായിട്ട് നല്ല മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക. അത്രയേ ഉള്ളൂ. അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തോളം യൂസ് ചെയ്താൽ മതി. നമുക്ക് എത്ര ലൂസായിട്ടുള്ള ഗ്രേവി വേണം അതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ നെയ്ച്ചോറിനൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നല്ല തിക്കായിട്ട് ഗ്രേവി ഉണ്ടായിക്കോട്ടെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഫ്രഷ് ക്രീംസ് ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാനിതിൽ അണ്ടിപ്പരിപ്പ് വേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ടാൽ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. നമുക്ക് നമ്മളെ പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചുകൊണ്ട് മാത്രം ഈ പനീർ ക്യൂബ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ആ പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. എപ്പോഴും തിളച്ച വെള്ളത്തിൽ ഈ പനീർ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ റബ്ബർ കഷ്ണം പോലെ കിടക്കുകയുള്ളൂ. നമ്മൾ പനീർ ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒരു തള കയറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കൂടുതൽ വേഗത്തിൽ തള വരും. ഞാൻ തുറന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കറി ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ഈ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അതൊരു വെറൈറ്റി തന്നെയാണ്. നമ്മൾ കുറേ ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ ഇടുന്നേക്കാളും ഇതൊരു വേറെ ടൈപ്പാണ്. ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് ടൈം ഇത് തന്നെ ഉണ്ടാക്കാൻ നോക്കും. കസൂരി മേത്തിയോ അങ്ങനത്തെ ഒരു ഐറ്റംസ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രം യൂസ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് പനീർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അത് വെച്ചിട്ട് മാത്രമാണ് അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. പനീർ വേണമെങ്കിൽ നമുക്ക് പാൽ കൊണ്ട് ഉണ്ടാക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ തന്നെ എങ്ങനെ പനീർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കറി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ്. ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബട്ടറി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഒരു സ്പൂണ് ബട്ടർ ഇട്ടത്. നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ് ടേസ്റ്റ് നമ്മൾ കാരണം മസാല പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് അവസാനം ഇട്ടാലും മതി, നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പനീർ മസാല നല്ല തിക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ പാലപ്പത്തിന് ഇത് വേറെ കോമ്പിനേഷനാണ്. ഏതായാലും ട്രൈ ചെയ്ത് നോക്കണം. പാലപ്പം അതേപോലെ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല കോമ്പിനേഷനായിരിക്കും പനീർ മസാല. നമുക്കിതിലേക്ക് നല്ല ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടും. നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അവസാനം മാത്രം മല്ലിച്ചപ്പ് ഇടാൻ പാടുള്ളൂ. കാരണം നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആകെ വെന്ത് കരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മല്ലിച്ചപ്പ് കറി നമ്മൾ എടുത്ത് വെക്കണേൻ്റെ വാങ്ങി വെക്കണേൻ്റെ ആ ഒരു സമയത്ത് മാത്രം ഇടാൻ നോക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്കിത് ഒരു പാത്രത്തേക്ക് മാറ്റിയെടുക്കാം. കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മൾ സർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ പൊറോട്ടയ്ക്കും അതേപോലെ തന്നെ ചപ്പാത്തി നെയ്ച്ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.